ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC എക്സാംസ് അല്ലേ. പല എക്സാംസ് ഉണ്ട്. CGL, CHSL, MTS, GD, CPO. അപ്പോൾ ഈ എക്സാംസിനെല്ലാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ എക്സാംസിനും ഇംഗ്ലീഷ് പേപ്പർ ചോദിക്കാനുള്ള കുറേ ടോപ്പിക്സ്, അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ മോഡലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് വൈസ് ആണ് നമ്മളിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് നറേഷനാണ്. നമുക്കറിയാം നറേഷൻ എന്താണെന്ന് അല്ലേ. ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാക്കി മാറ്റേണ്ടതാണ് നറേഷൻ. നമുക്കറിയാം ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സബ്ജക്റ്റ് ശ്രദ്ധിക്കണം അല്ലേ. ഡയറക്റ്റ് സ്പീച്ചിലെ സബ്ജക്റ്റിന് വരുന്ന ചേഞ്ചസ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്തൊക്കെയാകണമെന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ സബ്ജക്റ്റ് ഐ എന്നുള്ള സബ്ജക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ ഹീ ആവാം, ഷീ ആവാം. ഓക്കെ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉള്ള ഒരു സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആവും. ഓക്കെ, അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ടെൻസ് ശ്രദ്ധിക്കണം. പിന്നെ റിപ്പോർട്ടിംഗ് വേർഡ് ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഐ സെഡ് കം ഹിയർ. ഓക്കെ, ഇവിടെ സെഡ് എന്നുള്ള ആ ഒരു വേർഡ് മാറി ഇൻഡയറക്റ്റ് സ്പീച്ചിലാകുമ്പോൾ ഐ കമാൻഡഡ്. ഓക്കെ, ഐ കമാൻഡഡ് ഹർ ടു കം ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു റിപ്പോർട്ടിംഗ് വേർഡിന് വന്ന വ്യത്യാസം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് സബ്ജക്റ്റ്, പിന്നെ ടെൻസ്, പിന്നെ റിപ്പോർട്ടിംഗ് വേർഡ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഫ്രണ്ട് ടോൾഡ് മീ ഐ കുഡ് സ്റ്റേ അറ്റ് ഹിസ് പ്ലേസ് ഇൻ മുംബൈ വെനെവർ ഐ വിഷ്ഡ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ തന്നേക്കുന്ന സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ്. ഓക്കെ, ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ്. ഇതിന് ടെൻസ് ആദ്യം നോക്കുക. ഓക്കെ, ഈ സെൻറ്റൻസിലെ ടെൻസ് എടുക്കുന്ന ഏതിലാണ്? സിമ്പിൾ പാസ്റ്റിലാണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് ഡയറക്റ്റ് സ്പീച്ചിലുള്ള സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു കാര്യം ഇൻഡയറക്റ്റ് സ്പീച്ച്, അതായത് സിമ്പിൾ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ടെൻസ് ചേഞ്ച് ചെയ്യും അല്ലേ. ഡയറക്റ്റിലുള്ള പ്രസൻറ്റ് ടെൻസിനെ ഇൻഡയറക്റ്റിലുള്ള സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഒരു ട്രിക്കാണ്, ഡയറക്റ്റ് സ്പീച്ചിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു, അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവുക. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് 2 പേഴ്സൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു ഫസ്റ്റ് പേഴ്സൺ ഉണ്ടാവും, സെക്കൻഡ് പേഴ്സണും ഉണ്ടാവും. അതായത് ഫസ്റ്റ് പേഴ്സൺ പറയുന്ന കാര്യം സെക്കൻഡ് പേഴ്സൺ കേൾക്കുന്നു. അതാണ് ഡയറക്റ്റ് സ്പീച്ച് സംഭവിക്കുന്നത്. ഇനി ഈ കാര്യം നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ സെയിം മാറ്റർ, അതായത് ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞ സെയിം മാറ്റർ സെക്കൻഡ് പേഴ്സൺ കേൾക്കണു. ആ സെയിം മാറ്റർ സെക്കൻഡ് പേഴ്സൺ ഒരു തേർഡ് പേഴ്സണോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയുക? അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് സംഭവിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ഒരു കാര്യം പറഞ്ഞു, അത് സെക്കൻഡ് പേഴ്സൺ കേട്ടു. ആ കേട്ട കാര്യം സെക്കൻഡ് പേഴ്സൺ ഒരു തേർഡ് പേഴ്സണോട് പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരാളോടൊരു കാര്യം പറഞ്ഞു, ആ മാറ്റർ ആ ആൾ വേറെ ഒരാളോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ്. ഇതിന് ഡയറക്റ്റ് സ്പീച്ചാണ് നമ്മൾ ഈ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ച് കൊടുത്തേക്കുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലുള്ള ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണേ. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് നോക്കണേ ഏത് ടൈപ്പ് ഓഫ് ടെൻസ് ആയിരിക്കണം? യെസ്, സിമ്പിൾ പ്രസൻറ്റിലുള്ള ടെൻസിലുള്ള കറക്റ്റ് ഫോമുള്ള ഓപ്ഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, മൈ ഫ്രണ്ട് സെഡ് യു വിൽ ബി കമ്മിങ് ടു സ്റ്റേ അറ്റ് മൈ പ്ലേസ് ഇൻ മുംബൈ വെനെവർ യു വിഷ്. ഓക്കെ, ഈ ഒരു ഓപ്ഷനിൽ ടെൻസ് ചേഞ്ച് ആണ്. ഓക്കെ, വിൽ ബി കമ്മിങ് എന്നാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. മൈ ഫ്രണ്ട് സെഡ് ഇഫ് യു ആർ വിഷിംഗ് ടു കം ടു മുംബൈ കം ആൻഡ് സ്റ്റേ ഇൻ മൈ പ്ലേസ്. ഓക്കെ, ഇത് ഇതിലാണ്? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എയും അല്ല ബിയും അല്ല. ഇനി ഓപ്ഷൻ സി നോക്കാം. മൈ ഫ്രണ്ട് സെഡ് യു ക്യാൻ സ്റ്റേ അറ്റ് മൈ പ്ലേസ് ഇൻ മുംബൈ വെനെവർ യു വിഷ്. ഓക്കെ, ഇത് ഏത് ടെൻസിലാണ് കിടക്കണേ? സിമ്പിൾ
പ്രസൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എന്നാൽ നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. മൈ ഫ്രണ്ട് സെഡ് യു വിൽ കം ആൻഡ് ബി സ്റ്റേയിങ് ഇൻ മൈ പ്ലേസ് ഇൻ മുംബൈ വെൻ എവർ യു വിഷ്. ഓക്കെ, ഇവിടെയും സിമ്പിൾ ഫ്യൂച്ചറിലാണ് ടെൻസ് കിടക്കണേ. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. മൈ ഫ്രണ്ട് സെഡ് യു ക്യാൻ സ്റ്റേ അറ്റ് മൈ പ്ലേസ് ഇൻ മുംബൈ വെൻ എവർ യു വിഷ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നത് ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ഓക്കെ, നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? അതായത് യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ഫാക്ട്സ്, അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻസ്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ടെൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല, സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന് ടെൻസിന് ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസിൽ നിന്ന് സിമ്പിൾ പ്രസൻറ്റിൽ കിടക്കുന്ന ആ കറക്റ്റ് ഫോമിലുള്ള ഓപ്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് ഈസ് റിവോൾവിങ് അറൗണ്ട് ദ സൺ. ഇവിടെ ടെൻസ് കിടക്കണ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്, അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ഓക്കെ, അവിടെ ടെൻസ് കറക്റ്റ് അല്ലേ? സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. എന്നാലും നമുക്ക് ഓപ്ഷൻ സിയും ഡിയും നോക്കാം. ഓപ്ഷൻ സി, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് ഹാസ് ബീൻ റിവോൾവിങ്. ഓക്കെ, ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി അല്ല. ഇനി ഓപ്ഷൻ ഡി, ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്ഡ് അറൗണ്ട് ദ സൺ. ഓക്കെ, റിവോൾവ്ഡ് എന്ന് പറഞ്ഞപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്, അപ്പോൾ ഓപ്ഷൻ ഡിയും അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടീച്ചർ സെഡ് ടു രവി, ഹാവ് യു കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ്? ടീച്ചർ രവിയോട് ചോദിച്ചു, നീ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തോന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻവേർട്ടഡ് കോമേഴ്സിൽ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? അതായത് ഇൻട്രോഗേറ്റീവ് ആണോ, ഇമ്പരേറ്റീവ് ആണോ, അസേർട്ടീവ് ആണോ, സ്റ്റേറ്റ്മെൻ്റ് ആണോ? യെസ്, അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലേ? ഹാവ് യു കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ് എന്നുള്ളത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിങ് സെൻറ്റൻസ് ആയിരിക്കും. സോ ഹാവ് യു കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ് എന്നുള്ളത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. പിന്നെ ഈ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് തുടങ്ങിയ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് വെച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ്സ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ്. സാധാരണ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ക്ലോസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് സെഡ്, ടോൾഡ്, ഇഫ്, വെദർ, ടു എന്നിവയാണ്. ഓക്കെ, ഈ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവിൻ്റെ കേസ് വരുമ്പോൾ അത് ഓക്സിലറി വേർബ്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കണക്റ്റിംഗ് വേർഡ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇഫ് അല്ലെങ്കിൽ വെദർ ആവണം. ഓക്കെ, ഏതർ ഇഫ് ഓ വെദർ. ഓക്കെ, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് രവി ദാറ്റ് ഇഫ് റണ ഹാസ് കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും യൂസ് ചെയ്യണേ. പക്ഷേ ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് അവിടെ അതിൻ്റെ ആവശ്യമില്ല, ദാറ്റിൻ്റെ ആവശ്യമില്ല. സോ ഓപ്ഷൻ എ റോങ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് രവി ഹാവ് യു കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ക്ലോസിൻ്റെ ഉള്ളിൽ സെൻറ്റൻസ് കൊടുത്തേക്കുന്നത് ഏതിലാണ്? പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റാണ്. ഓക്കെ, പക്ഷേ ഓപ്ഷൻ ബി കിടക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നെയാണ്, അപ്പോൾ ഓപ്ഷൻ ബി അല്ല. പിന്നെ ഇവിടെ ആസ്ക് എന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, അതായത് അത് സിമ്പിൾ പ്രസൻറ്റിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറഞ്ഞ കാര്യം സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണോട് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റിയാണ് പറയണേ. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് അല്ല, പാസ്റ്റ് ആയിരിക്കും, ആസ്ക്ഡ് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് രവി വെദർ ഹി ഹാഡ് കംപ്ലീറ്റഡ് ദി അസൈൻമെൻറ്റ്. ഓക്കെ, ഇവിടെ ടെൻസ് കറക്റ്റാണ്, കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വേർഡും കണക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എന്നാൽ നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് രവി വിൽ യു കംപ്ലീറ്റ് ദി അസൈൻമെൻറ്റ്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ടെൻസിന് ചേഞ്ച് വന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഡിയംസ്. ഓക്കെ, എന്താണ് ഇഡിയം? നമ്മൾ മലയാളത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയാറില്ലേ?
ഫോർ എക്സാമ്പിൾ മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുക, എന്താണ് ആപ്പിൾ ആൻഡ് ഓറഞ്ചസ്, അതായത് ആപ്പിളും ഓറഞ്ചും എന്താ രണ്ട് കാര്യങ്ങളാണ് അല്ലേ, രണ്ട് സാധനങ്ങളാണ്. ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിപ്പെട്ട സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഇത് രണ്ടിനും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആപ്പിൾ ആൻഡ് ഓറഞ്ചസ് എന്ന് പറയുമ്പോൾ ടു ഡിഫറെൻറ്റ് തിങ്സ് ആണ് കാണിക്കുന്നത്. അതായത് ആപ്പിൾ ആൻഡ് ഓറഞ്ച് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഇഡിയമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടില്ല, ലിറ്ററൽ മീനിങ് അല്ല നോക്കണേ, അണ്ടർലൈൻ മീനിങ് ആണ് നോക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയും മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുക. ഓക്കെ, അതായത് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാതെ മറ്റുള്ളൊരു ഡിസിഷൻ എന്താണോ അത് എടുത്തിട്ട് അവരുടെ സംസാരം എങ്ങനെയാണോ അത് കേട്ടിട്ട് നമ്മളത് അനുസരിച്ച് ഓരോന്ന് ചെയ്യുക. സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാതെ മറ്റുള്ളവർ എന്താണോ പറയണത് അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഡാൻസ് ടു അതേഴ്സ് ട്യൂൺ, അതായത് മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താളത്തിനൊത്ത് തുള്ളുക എന്ന് പറയുന്നത് ഡാൻസ് കളിക്കുക എന്നല്ല, ലിറ്ററൽ മീനിങ് അല്ല നമ്മൾ നോക്കണം, അതിൻ്റെ അണ്ടർലൈൻ മീനിങ്. ഓക്കെ, അപ്പോൾ അതാണ് ഇഡിയത്തിൻ്റെ അർത്ഥം. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ്. എന്താണ് ഫ്ലോഗിങ്? ചമ്മട്ടി അല്ലേ, അതായത് കുതിരേനെ അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തെ നമ്മൾ ചമ്മട്ടി എന്നാണ് പറയുന്നത്, അതിനാണ് ഫ്ലോഗിങ് എന്ന് പറയുന്നത്. ചത്ത കുതിരേനെ ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എഫേർട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഈ ഇഡിയത്തിന് വന്നത്. അപ്പോൾ അതിന് ആപ്റ്റായിട്ട് വന്ന ഏത് മീനിങ് ആണ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വേസ്റ്റിംഗ് ടൈം ഇൻ യൂസ്ലെസ് എഫേർട്ട് അല്ലേ, അതായത് ചത്തുപോയ കുതിരേനെ അടിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ ടൈമും വേസ്റ്റാണ്, എഫേർട്ടും വേസ്റ്റാണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫെദർ യുവർ നെസ്റ്റ്. ഓക്കെ, അതായത് നമ്മുടെ കാര്യം മാത്രം നമ്മൾ നോക്കുക, മറ്റുള്ളവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാക്കിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ കാര്യം മാത്രം സേഫാക്കി വയ്ക്കുക, അല്ലെങ്കിൽ മണി നമുക്ക് അൺഫെയർലി നമ്മൾ മണി ഉണ്ടാക്കണം, ഓക്കെ, പണം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഫെദർ യൂറോൺ നെസ്റ്റിൻ്റെ മീനിങ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യാം. ബീൻ എ കംഫർട്ടബിൾ പൊസിഷൻ അല്ല, ഡിസ്റ്റർബ് അതേഴ്സ് ഇൻ ദെയർ വർക്ക് അതല്ല, വിൻ എ കോമ്പറ്റീഷൻ അതല്ല, ഓപ്ഷൻ ഡി മേക്ക് മണി അൺഫെയർലി. ഓക്കെ, അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ എന്തെങ്കിലും പ്രയാസപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതിയിലാക്കിയോ നമ്മൾ ലീഗലല്ലാത്ത ഇല്ലീഗലായിട്ട് മണിയൊക്കെ നമ്മൾ നേടുന്നതാണ് നമ്മൾ ഫെദർ യൂറോൺ നെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാൻസ് ടു സംവൺസ് ട്യൂൺ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റൊരുള്ളവരുടെ താളത്തിനകത്ത് തുള്ളുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് വന്നേക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഡിലേ ഇൻ മേക്കിംഗ് എ ഡിസിഷൻ അല്ല, ഡു വാട്ട് അതേഴ്സ് വാണ്ട് യു ടു ഡു. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി പാരാജംബിൾസ്. പാരാജംബിൾസ് എന്ന് പറഞ്ഞാൽ കുറേ സെൻറ്റൻസസ് തന്നിട്ടുണ്ടാവും, ആ സെൻറ്റൻസസ് എല്ലാം ഇൻകറക്റ്റ് ഓർഡറിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് ടിക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് എക്സാംസിന് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ സെൻറ്റൻസും ആദ്യം വായിക്കുക. ഈ സെൻറ്റൻസസ് എല്ലാം വായിച്ചതിന് ശേഷം നമുക്ക് ആ എന്താണ് ആ സെൻറ്റൻസ് മീൻ ചെയ്യുന്നതിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ഈ ഓവറോൾ ഐഡിയ ഒരു സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ടാവും. ആ സെൻറ്റൻസ് ആയിരിക്കും ഈ എല്ലാ സെൻറ്റൻസിൻ്റെയും സ്റ്റാർട്ടിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ്, ഈ സ്റ്റാർട്ടിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മുടെ പ്രോനൗൺസ്, ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഒന്നും സ്റ്റാർട്ടിംഗ് സെൻറ്റൻസിൽ വരത്തില്ല. പിന്നെ ഇറ്റ്, ദാറ്റ് ഈ വേർഡ്സ് വരത്തില്ല. പിന്നെ ഹൗഎവർ, therefore എന്നീ വേർഡ്സ് കൺക്ലൂഡിങ് ലൈനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ സാധാരണ വായിക്കുന്നവർക്കാണെങ്കിൽ വേഗം ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാം ആദ്യം വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ടാവും, ഒരു എൻഡിങ് കിട്ടുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഓരോ സെൻറ്റൻസ് നമ്മൾ ഓരോ കണക്ഷൻ, ഓരോ ലിങ്ക് ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ആദ്യം ഫുൾ വായിക്കാം. ഓക്കെ, ഈ തന്നിരിക്കുന്ന 4 സെൻറ്റൻസസും വായിക്കാം. ടു റേസ് വെൽ ബിഹേവ്ഡ് ആൻഡ് റെസ്പോൺസിബിൾ ചിൽഡ്രൻ one should be willing to invest a considerable amount of time, patience, and energy. There is no doubt that parenting is among the most difficult and demanding tasks in the world. It requires continuous learning and sacrifices. Instilling and inculcating good values in the child will go a long way in making him or her a good person and a better citizen. Okay.
ഈ ഒരു സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ 4 സെൻറ്റൻസ് വായിച്ചപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? പേരൻറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. പേരൻറ്റിങ്ങിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ട് ടാസ്ക് എന്തൊക്കെയാണ്, നമ്മളങ്ങനെ ഡിഫിക്കൽട്ട് ടാസ്ക് നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൈമും എഫേർട്ടും പേഷ്യൻറ്റും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിന് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് സാക്രിഫൈസ് വേണം അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളിൽ എന്തൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഇൻകൾക്കേറ്റ് ഗുഡ് വാല്യൂസ് ഇൻ ദി ചൈൽഡ്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ഓവറോൾ തീം, ഓവറോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദെയർ ഈസ് നോ ഡൗട്ട് ദാറ്റ് പേരൻറ്റിംഗ് ഈസ് എമംഗ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് ഡിമാൻഡിങ് ടാസ്ക് ഇൻ ദി വേൾഡ്. ഓക്കെ, ഓപ്ഷൻ സി നോക്കിയേ. ഇറ്റ് റിക്വയർസ്. ഇറ്റ് എന്നുള്ളതൊരു ഡിപ്പെൻഡൻറ്റ് വേർഡാണ് അല്ലേ? ഇതിന് മുമ്പേ സംഭവിച്ച എന്തോ ആയി ഡിപ്പെൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു വേർഡാണ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിന് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് ഓപ്ഷൻ ഇപ്പോൾ സിയിലെ ഇറ്റ് റിക്വയർസ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് സാക്രിഫൈസസ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് സെൻറ്റൻസ്, ഇത് സെക്കൻഡ് സെൻറ്റൻസ്. ഓക്കെ, ഇറ്റ് റിക്വയർസ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് സാക്രിഫൈസ്. പിന്നെ പറയുന്നത് ടു റേസ് വെൽ ബിഹേവ്ഡ് ആൻഡ് റെസ്പോൺസിബിൾ ചിൽഡ്രൻ വൺ ഷുഡ് ബി വില്ലിംഗ് ടു ഇൻവെസ്റ്റ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം, പേഷ്യൻസ് ആൻഡ് എനർജി എന്നുള്ളതാണ് തേർഡ് സെൻറ്റൻസ്. ഫോർത്ത് സെൻറ്റൻസ് ആണ് ഏകദേശം ഒരു കൺക്ലൂഡിംഗ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട്, അതായത് ഇതിൻ്റെ എല്ലാം റിസൾട്ടാണ് ഈ ഫോർത്ത് സെൻറ്റൻസിൽ പറഞ്ഞേക്കണേ. അപ്പോൾ ഇതായിരിക്കും കൺക്ലൂഡിംഗ് ആയിട്ട് വരിക. ഇൻസ്റ്റിലിംഗ് ആൻഡ് ഇൻകൾക്കേറ്റിംഗ് ഗുഡ് വാല്യൂസ് ഇൻ ദ ചൈൽഡ് വിൽ ഗോ എ ലോങ് വേ ഇൻ മേക്കിംഗ് ഹിം ഓർ ഹർ എ ഗുഡ് പേഴ്സൺ ആൻഡ് എ ബെറ്റർ സിറ്റിസൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ആൻസേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ആദ്യം ഞാൻ ആ 4 സെൻറ്റൻസസ് വായിക്കാം, അപ്പം നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. ഓക്കെ, സം യൂസ്ഡ് ജീപ്സ്. ഓക്കെ, സം യൂസ്ഡ് ജീപ്സ് എന്ന് പറയുമ്പോൾ മീനിങ് വ്യത്യാസമാണ്. ഓക്കെ, സം യൂസ്ഡ് ജീപ്സ്. ഓക്കെ, ചിലവർ ജീപ്സ് ഉപയോഗിക്കുമ്പോൾ എന്തായിപ്പോൾ സം യൂസ്ഡ് ജീപ്സ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് വന്നത്. ഓക്കെ, സം യൂസ്ഡ് ജീപ്സ് അതായത് ഉപയോഗമുള്ള ജീപ്സ്. ഓക്കെ, സം യൂസ്ഡ് ജീപ്സ് may have been involved in accidents or salvaged and rebuilt. If the Jeep engine is clean, it's a good sign but still asks for a test drive. Before buying a used Jeep, it's important to know everything there is to know about it. It is therefore very important to examine the Jeep's engine for any fluid leak. Okay, അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് 4 സെൻറ്റൻസസ് വായിച്ചപ്പോൾ മനസ്സിലായി എന്താണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞേക്കണേ. യൂസ്ഡ് ജീപ്സിനെ പറ്റിയാണ്. ഓക്കെ, യൂസ്ഡ് ജീപ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിൻ്റെ എൻജിൻ ഗുഡ് കണ്ടീഷനിലാണെങ്കിലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തണം. എന്തിനാണ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയേക്കണേ? അതാണ് ഓപ്ഷൻ എ പറഞ്ഞേക്കണേ. കാരണം ചിലപ്പോൾ ഈ ജീപ്സ് എന്തെങ്കിലും ആക്സിഡൻസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറ്റിയെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദെയർ ഫോർ. ഓക്കെ, ദെയർ ഫോർ എന്നൊക്കെ നമ്മളിപ്പോൾ മാത്സ് പഠിക്കുമ്പോൾ കാണാറില്ല. ദെയർ ഫോർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും, ഒരു കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഇറ്റ് ഈസ് ദെയർ ഫോർ എന്നുള്ളത് കൺക്ലൂഡിംഗ് ആയിട്ട് ഉപയോഗിക്കാം, അതായത് 4th സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ദെയർ ഫോർ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമിൻ ദ ജീപ്സ് എൻജിൻ ഫോർ എനി ഫ്ലൂയിഡ് ലീക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ആക്സിഡൻറ്റിലൊക്കെ പെട്ടതുകൊണ്ട് തന്നെ ഈ ജീപ്പ് എൻജിന് എന്തെങ്കിലും ലീക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനെയും തീം പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ബിഫോർ ബൈയിങ് എ യൂസ്ഡ് ജീപ്പ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ എവറിത്തിങ് ദെയർ ഇസ് ടു നോ എബൌട്ട് ഇറ്റ്. ഓക്കെ, ഇതിനെ ഫോളോ ചെയ്ത് വരുന്നതാണ് ഇഫ് ദ ജീപ്പ് എൻജിൻ ഈസ് ക്ലീൻ, അതായത് ജീപ്പ് എൻജിൻ ക്ലീൻ ആണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് സൈൻ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ആസ്ക് ഫോർ എ ടെസ്റ്റ് ഡ്രൈവ്. ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കണം. എന്തിനാ ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കണേ? അതാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി ആണ് സെക്കൻഡ് സെൻറ്റൻസ്, എ ആണ് തേർഡ് സെൻറ്റൻസ്. ഇതിനെല്ലാം കൺക്ലൂഡ്, അതായത് ദെയർ ഫോർ എന്ന് വന്നാൽ അതിനെ കൺക്ലൂഡ് ചെയ്യാനാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ആൻസേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ബട്ട് നോട്ട് ടിൽ ലാസ്റ്റ് വീക്ക് ഡിഡ് ദി ചാൻസ് കം ടു വിസിറ്റ് ഇറ്റ്. ഓക്കെ, ആ സെൻറ്റൻസ് നോക്കിക്കേ. ഇറ്റ് വന്നു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്, ടു ഇതൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും സെൻറ്റൻസിന് സ്റ്റാർട്ടിങ് ആയിരിക്കില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല സെൻറ്റൻസിന് സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ആൻസേഴ്സിൻ്റെ ഓപ്ഷനിൽ നിന്ന് ഡി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബി നോക്കാം. വെൻ ഐ അറൈവ്ഡ് ദെയർ വാസ് നോ വൺ ഇൻസൈഡ് ബട്ട് എ ഗേൾ ഓഫ് എബൌട്ട് 13.
ഓക്കെ, ഞാൻ അവിടെ എത്തിയപ്പോൾ വേറെ ആരുമില്ല, പക്ഷെ 13 വയസ്സുള്ളൊരു പെൺകുട്ടി മാത്രം. അവിടെ എത്തിയപ്പോൾ, എവിടെ? നമുക്കതിന് കറക്റ്റ് ആൻസർ കിട്ടണ്ടോ? ദെയർ. ഈ ദെയർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓക്കെ, ദെയർ എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് കറക്റ്റായിട്ടൊരു ഒരു ഡെസ്റ്റിനേഷൻ കിട്ടണില്ല അല്ലേ? അപ്പോൾ ദെയർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി അല്ല സ്റ്റാർട്ടിംഗ് സെൻറ്റൻസ്. ഓക്കെ, ഇതുമല്ല സ്റ്റാർട്ടിംഗ് സെൻറ്റൻസ്. നമുക്ക് അടുത്ത ഓപ്ഷൻ സി നോക്കാം, സോറി തേർഡ് സെൻറ്റൻസ് നോക്കാം. ഐ ഹാഡ് ഹേർഡ് എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് മിസ് സാൻഡൽസ് സ്കൂൾ. ഓക്കെ, അത് കുഴപ്പമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഹെർ ഐസ് വെർ കവേർഡ് വിത്ത് എ ബാൻഡേജ് ആൻഡ് ഷീ വാസ് ബീങ് ലെഡ് കെയർഫുള്ളി ബൈ ആൻ ഓൾഡർ ബോയ്. ഓക്കെ, ഈ ഓപ്ഷൻ ഡി ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് വരുമോ? ഇല്ല, ഇവിടെ പ്രോണൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഹെർ, ഷീ. ഇത് ആരെയാണ് മീൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണോ സെൻറ്റൻസ് പറയുന്നത് അതിൻ്റെ ഓവറോൾ തീം പറയണതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡിയും അല്ല ഫസ്റ്റ് വന്ന സെൻറ്റൻസ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് വന്ന സെൻറ്റൻസ്. അപ്പോൾ ഈ ആൻസേഴ്സിന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ എ ടിക്ക് ചെയ്യാം, കാരണം അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഐ ഹാഡ് ഹേർഡ് എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് മിസ് സാൻഡാസ് സ്കൂൾ. ഓക്കെ, അതിനുശേഷം എന്തായിരിക്കും എന്നേ? ബട്ട് നോട്ട് ടിൽ ലാസ്റ്റ് വീക്ക് ഡിഡ് ദ ചാൻസ് കം ടു വിസിറ്റ് ഇറ്റ്. കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് സെക്കൻഡ് സെൻറ്റൻസ് ആയിട്ട് വന്നേ. അതിനെ ഫോളോ ചെയ്തായിരിക്കണം. വെൻ ഐ അറൈവ്ഡ് ദെയർ വാസ് നോ വൺ ഇൻ സൈഡ് ബട്ട് എ ഗേൾ ഓഫ് എബൌട്ട് 13. അതായത് മിസ് സാൻഡാ സ്കൂളിനെ പറ്റി ഈ പറയുന്ന ആൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ പുള്ളിക്കാരത്തേക്ക് അവിടെ പോകാൻ പറ്റിയില്ല, പക്ഷേ അതിന് ശേഷം പുള്ളിക്കാരത്തെ അവിടെ പോയപ്പോൾ ഒരു 13 വയസ്സുള്ള കുട്ടിയെ കണ്ടു. അതിൻ്റെ ഫോളോ ചെയ്ത് തന്നെയാണ് ഹർ ഐസ് വെയർ കവേർഡ് വിത്ത് എ ബാൻഡേജ്. ആ 13 വയസ്സുള്ള കുട്ടിയുടെ ഐസ് ബാൻഡേജും കൊണ്ട് കവർ ചെയ്തിരിക്കുവാണ്. ആൻഡ് ഷീ വാസ് ബീങ് ലെഡ് കെയർഫുള്ളി ബൈ ആൻ ബോയ്. അപ്പോൾ ഓപ്ഷൻ എ CABD എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സിനോണിംസ് ആണ്. എന്താണ് സിനോണിംസ്? സിമിലർ മീനിങ് അല്ലെങ്കിൽ ഈക്വൽ മീനിങ്, സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ടാവും അല്ലേ? അതിനാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, വേർഡ്സ് ഹാവിങ് സെയിം മീനിങ്, ഇതിനാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേർഡ്സ് നോക്കാം. സ്റ്റെറൈൽ, നമ്മൾ സ്റ്റെറൈൽ ലാൻഡ് എന്ന് പറയില്ലേ, തരിശായി കിടക്കുന്ന ഭൂമി, ഇൻഫെർട്ടൈൽ ആയിട്ട് കിടക്കുന്ന ഭൂമി, അതിനാണ് സ്റ്റെറൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെറൈലിന് സ്യൂട്ടബിൾ ആയിട്ട് വേണം സിമിലർ ആയിട്ടുള്ള മീനിങ് ഉള്ള വേർഡ് ഏതാണെന്ന് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എ ബാരൻ. ബാരൻ എന്ന് പറഞ്ഞാലും സ്റ്റെറൈൽ തന്നെയാണ് മീനിങ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സീഡ്, ഇൻക്രീസ് ഇൻ എ ഹയർ ലെവൽ, ഗ്രേറ്റർ ലെവൽ എന്നൊക്കെ പറയില്ല, ഭയങ്കരമായിട്ടുള്ളൊരു ഇൻക്രീസ്, അതിനാണ് നമ്മൾ എക്സീഡ് എന്ന് പറയുക. അപ്പോൾ എക്സീഡിൻ്റെ സിനോണിമായിട്ട് തന്നെയാണ് സർപ്പാസ്, കാരണം അതിനും സെയിം മീനിങ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12, എക്സ്റ്റസി. എന്താണ് എക്സ്റ്റസി? പരമാനന്ദം എന്നൊക്കെ പറയത്തില്ലേ, അതിനാണ് എക്സ്റ്റസി എന്ന് പറയുക. അപ്പോൾ അതിന് സിനോണിമായിട്ട് വന്നിരിക്കുന്ന വേർഡ് ഏതാണ്? ഡേഞ്ചർ ആണോ, ഹാപ്പിനെസ് ആണോ, ഫിയർ ആണോ, ഗ്രിഫ് ആണോ? നമുക്ക് വേഗം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഹാപ്പിനെസ് അല്ലേ. ബാക്കിയെല്ലാം എക്സ്റ്റസി ആയിട്ട് ബന്ധമില്ലാത്ത വേർഡ്സ് ആണ്. ഓക്കെ, ഇനി പറയാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ്. ഓക്കെ, നമ്മൾ വോയിസസ് കേട്ടിട്ടില്ലേ, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. അതാണ് ഇവിടെ സംഭവം, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. നമ്മൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും ആക്റ്റീവ് വോയിസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആക്റ്റീവ് വോയിസിൽ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും, വേർബ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇത് ഏത് ആക്റ്റീവ് വോയിസ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് എടുത്താലും ഈ 3 കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഓക്കെ, നമ്മളിനി പാസീവ് വോയിസിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതുപോലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ട് മാറും. വേർബ് സെയിം പൊസിഷനിൽ തന്നെ നിൽക്കും, പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് എന്നുള്ളത്
പാസീവ് വോയിസിൽ ഒബ്ജക്റ്റായിട്ട് മാറും. അതുപോലെ ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് എന്നുള്ളത് പാസീവ് വോയിസിൽ സബ്ജക്റ്റായിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ടും മനസ്സിൽ കരുതേണ്ട കാര്യം. അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് വോയിസ് എന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിലത്തെ സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വേഗം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 13. മൈ ബോസ് ഇസ് ഗീവിങ് മെനി അസൈൻമെൻറ്റ്സ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് ഏതാണ്, മൈ ബോസ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഓക്കെ, ഇസ് ഗീവിങ് എന്നുള്ളതാണ് വേർബ്, മെനി അസൈൻമെൻറ്റ്സ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻസിലും കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. ഒബ്ജക്റ്റ് സബ്ജക്റ്റായി. പിന്നെ നമ്മൾ നോക്കേണ്ടത് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവും, അതും കറക്റ്റാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വേർബാണ്. ഓക്കെ, വേർബാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വേർബ് എടുക്കണ ഏതിലാണ്, ഈസ് ഗീവിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് വേർബ് കിടക്കുന്നത്. അതായത് ഇസ് പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ING. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ആക്റ്റീവ് വോയിസിൽ വേർബ് കിടക്കുന്നത്. ഓക്കെ, ഇതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ, ആക്റ്റീവ് വോയിസിലെ കാര്യമാണിത്. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് ആകുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ മൈ ബോസ് എന്നുള്ളത് സിംഗുലർ ഫോം ആയ കാരണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ഹെൽപ്പിംഗ് വേർബും സിംഗുലറാണ് അല്ലേ. പക്ഷേ ഈ പാസീവ് വോയിസിലേക്ക് ആക്കിയപ്പോൾ സബ്ജക്റ്റ് എന്താണ്, മെനി അസൈൻമെൻറ്റ്സ് എന്നുള്ളത് പ്ലൂറൽ ആയ കാരണം അതിൻ്റെ വേർബ് എന്ന് പറയുന്നതും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടെ മൈ ബോസ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയ കാരണമാണ് ഹെൽപ്പിംഗ് വേർബും സിംഗുലർ ആയത്. പക്ഷേ നമ്മൾ അതിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ, അതായത് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഈ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെനി അസൈൻമെൻറ്റ്സ് ആണ്. ഈ മെനി അസൈൻമെൻറ്റ്സ് എന്നുള്ളത് പ്ലൂറൽ അല്ലേ, ഒന്നിൽ കൂടുതലില്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നതും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാം പ്ലൂറൽ തന്നെയാണ് വന്നേക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് നമ്മുടെ ആക്റ്റീവ് വോയിസ് കിടക്കുന്നത്. ഇതിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, ആറായി അല്ലേ. കാരണം നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയ കാരണം ആറായി. പ്ലസ് എന്താണ്, ബീയിങ് വരും. ബീയിങ് പ്ലസ് ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വരിക. ഓക്കെ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ മാറി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും വരിക. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മുടെ സെൻറ്റൻസ് കിടക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഇസ് ഗീവിങ് എന്നുള്ളത് എന്തായിട്ട് മാറും, ഇസ് ഗീവിങ് എന്നുള്ളത് ആർ ബീയിങ്. ഗീവാണ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്, ഗീവൺ. ഓക്കെ, അപ്പോൾ ആർ ബീയിങ് ഗീവൺ എന്നുള്ളതാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുക. നമ്മുടെ ആക്റ്റീവ് വോയിസ് കിടക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആയ കാരണം ഹെൽപ്പിംഗ് വേർബും സിംഗുലറായി. പക്ഷേ പാസീവ് വോയിസിൽ വന്നപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആയ കാരണം നമ്മുടെ ഹെൽപ്പിംഗ് വേർബും പ്ലൂറലായി. അതിന് കൂടെ ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ചേർക്കേണ്ടത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെയിൻറ്റർ പെയിൻറ്റഡ് ദി റൂം. ഓക്കെ, ദ പെയിൻറ്റഡ് ദി റൂം. ഈ പെയിൻറ്റർ പെയിൻറ്റഡ് ദി റൂം എന്നുള്ളത് ഏത് ടെൻസിലാണ്, പെയിൻറ്റഡ് എന്നുള്ളത് ഏത് ടെൻസാണ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇതാണ് വേർബ്, സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നത്. ദ പെയിൻറ്റർ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ദ റൂം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഈ ദ റൂം എന്നുള്ള ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലേക്ക് ആക്കിയപ്പോൾ സബ്ജക്റ്റായി. അതുപോലെ ദ പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലേക്ക് ആക്കിയപ്പോൾ ഒബ്ജക്റ്റായി. ഇനി നമ്മൾ നോക്കേണ്ടത് വേർബിൽ എന്താണ് വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ വേർബ് കിടക്കുന്നത് ഏതിലാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. അതായത് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ
വേർബിൽ എന്താ മാറ്റം വരണേ? സബ്ജക്റ്റ് പ്ലസ് വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് ഇവിടെ പെയിൻറ്റഡ് V2 ഫോമിൻ്റെ മുമ്പിൽ നമ്മളൊരു വാസും കൂടെ കൊടുത്തു. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, ദ റൂം വാസ് പെയിൻറ്റഡ് ബൈ ദി പെയിൻറ്റർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോബർട്ട് ഡ്രൂ എ പിക്ചർ ഓഫ് ദി ഡെസേർട്ട് സൺസെറ്റ്. ഓക്കെ, ഇതിലേതാണ് സബ്ജക്റ്റ്? റോബർട്ട് എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഡ്രൂ എന്നുള്ളതാണ് വേർബ്, പിക്ചർ ഓഫ് ദി ഡെസേർട്ട് സൺസെറ്റ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എ പിക്ചർ ഓഫ് ദി ഡെസേർട്ട് സൺസെറ്റ് എന്നുള്ളത് സബ്ജക്റ്റായിട്ടും റോബർട്ട് എന്നുള്ളത് ഒബ്ജക്റ്റായിട്ടും. പിന്നെ നമ്മൾ നോക്കേണ്ടത് വേർബാണ്. വേർബ് എടുക്കുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഫോം തന്നെ അല്ലേ, സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നത്. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V2 ആണ് വന്നേക്കണേ. അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ വാസ് പ്ലസ് V3 വരും. ഓക്കെ, വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, എ പിക്ചർ ഓഫ് ദി ഡെസേർട്ട് സൺസെറ്റ് വാസ് ഡ്രോൺ ബൈ റോബർട്ട്. ഓക്കെ, ഇനി ആൻറ്റോണിംസ്. ഞാൻ പറഞ്ഞു സിനോണിംസ് എന്ന് പറയുന്നത് സെയിം മീനിങ് വന്ന ഡിഫറെൻറ്റ് വേർഡ് ആണെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മീനിങ് വന്ന ഡിഫറെൻറ്റ് വേർഡ്, അതായത് ഓപ്പോസിറ്റ് മീനിങ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ് എന്നാണ് ആൻറ്റോണിമിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. അലൈവ്. എന്താണ് അലൈവ്? ലൈഫ്, ജീവനുള്ള, ജീവിച്ചിരിക്കുന്ന അല്ലേ. ഇതിന് ഓപ്പോസിറ്റ് എന്താ? മരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ചെയ്യുന്ന മരിക്കുക എന്ന മീനിങ് പറയുന്ന വേർഡ് ഏതാണ്? ഡെഡ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസീൽഡ്. എന്താണ് കൺസീൽഡ്? കൺസീൽഡ് എന്ന് വെച്ചാൽ ഹൈഡ് ചെയ്യുക, ഒളിപ്പിച്ചു വയ്ക്കുക. ഓക്കെ, ഇവിടെ കൺസീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതായിരിക്കും? യെസ്, റിവീൽഡ്, വെളിപ്പെടുത്തുക അല്ലേ. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ റിവീൽ ചെയ്യണം. ഡിസ്കസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. സോ ഇവിടെ കറക്റ്റായിട്ട് വന്ന ആൻറ്റോണിം, കൺസീൽഡിന് കറക്റ്റായിട്ട് വന്ന ആൻറ്റോണിം എന്ന് പറയുന്നത് റിവീൽഡ് ആണ്. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. എമിനൻറ്റ്. നമ്മൾ പറയും ഹിസ് ആൻ എമിനൻറ്റ് പേഴ്സണാലിറ്റി. എമിനൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പോപ്പുലർ. ഓക്കെ, ഫേമസ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് വന്ന വേർഡ് ഏതാണ്? അൺനോൺ. ഓക്കെ, അൺനോൺ. ബാക്കിയെല്ലാം ഫേമസ് അല്ലെങ്കിൽ പോപ്പുലറിന് സിനോണിമായിട്ട് തന്നെ ഏകദേശം സിനോണിമായിട്ട് തന്നെ വേർഡാണ്. സോ ഇവിടെ കറക്റ്റ് ആൻറ്റോണിം എന്ന് പറയുന്നത് അൺനോൺ ആണ്. ഓക്കെ, ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ? ചില കാര്യങ്ങൾ ഒറ്റ വാക്കി പറയുന്നതിന് പകരം നമ്മൾ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നുണ്ടാവും. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡിനെ സിംഗിളായിട്ട് ഒറ്റ വാക്കി പറയുന്നതിനായിരിക്കും താഴെ ഓപ്ഷനിൽ കൊടുത്തേക്കുക. കറക്റ്റായിട്ട് വരുന്ന വേർഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തയാളെ നമ്മൾ എന്തെന്നാ പറയുക? യെസ്, എത്തീസ്റ്റ്. ഓക്കെ, ഹിപ്പോക്രൈറ്റ്. എന്താ ഹിപ്പോക്രൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള സെയിം മിസ്റ്റേക്ക് തന്നെ വേറൊരാളുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് തിരുത്താതെ മറ്റേയാളെ ക്രിട്ടിസൈസ് ചെയ്യാനാണ് ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വന്നേക്കണം സ്പിരിച്വലിസ്റ്റ്. ഏതാണ്? സ്പിരിച്വലിസം ബിലീവ് ചെയ്യണ ആൾ. സെപ്റ്റിക്. സെപ്റ്റിക് എന്താണ്? അതായത് ഒരു കാര്യം പറഞ്ഞാൽ അതിന് വേറൊരു മാറ്റമില്ല, വേറൊരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഇല്ല എന്ന് പറയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ സെപ്റ്റിക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്തീസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇമ്പോസിബിൾ, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ചില കോംപ്രൻഷൻ അല്ലെങ്കിൽ ചില പാസേജ് എസ്സേ വായിക്കും പറയില്ലേ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മനസ്സിലാകാൻ എന്നുള്ളത്. അതിന് നമ്മൾ ഒറ്റ വേർഡിൽ പറയണതാണ് ഇൻകോംപ്രിഹെൻസിബിൾ. ഓക്കെ, ഇൻകോംപ്രിഹെൻസിബിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. വൺ ഹൂ വർക്ക്സ് ഓൺ ഫുഡ്. കാൽനടക്കാരില്ലേ, ചെരുപ്പിടാണ്ട് നടക്കുന്ന ആളുകളില്ലേ, അവരെ നമ്മൾ എന്താണ് പറയണേ? പെഡസ്ട്രിയൻ. ഓക്കെ, പെഡസ്ട്രിയൻ. നമുക്കറിയാം പ്രൊട്ടഗോണിസ്റ്റ് എന്താ? ഒരു നോവലിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറിനെ നമ്മൾ പറയുന്നതാണ് പ്രൊട്ടഗോണിസ്റ്റ്. ദെൻ പേർപ്പർ. പേർപ്പർ എന്ന് വെച്ചാൽ പുവർ എന്നാണ് മീനിങ്. പീഡിയാട്രീഷ്യൻ. നമ്മൾ കേട്ടില്ലേ ഹോസ്പിറ്റലിൽ കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറെ പറയണതാണ് പീഡിയാട്രീഷ്യൻ. ഓക്കെ, ഇനിയുള്ള ടോപ്പിക്കാണ് സ്പെല്ലിംഗ് ചെക്ക്. അതായത് ഇൻകറക്റ്റായിട്ട് കുറച്ച് സ്പെല്ലിങ്സ്, കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിലും 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ 3 ഓപ്ഷൻസിൻ്റെ വേർഡ്സ് ഇൻകറക്റ്റ്ലി സ്പെൽഡ് ആയിരിക്കും.
അതിൽ ഏതാണ് കറക്റ്റായിട്ട് സ്പെൽ ആയിട്ടുള്ള വേർഡ് എന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ടിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ടെക്നീഷ്യൻ, ടെക്നീഷ്യൻ സ്പെല്ലിംഗ് കറക്റ്റാണോ? അല്ല, കാരണം എസ്സിന് പകരം സി ആണ് വരേണ്ടത്. ഓക്കെ, ദെൻ സ്കോപ്പോഫീലിയ, സ്കോപ്പോഫീലിയക്ക് ഇ അല്ല ഐ. ആംബിവലൻറ്റ് കറക്റ്റാണ്, കറക്റ്റ്ലി സ്പെൽഡ് ആണ്. ഡെസ്പെറേറ്റ്, ഡെസ്പെറേറ്റ് എന്ന് പറയുമ്പോൾ ഐ അല്ല ഇ ആണ് വരേണ്ടത്. ഓക്കെ, ഈ നമ്മളിപ്പോൾ നല്ലോണം വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ, അതായത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ നോവൽസ്, ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ കൂടുതൽ വായിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്പെല്ലിംഗ് വേഗം പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് എൻഫ്രാഞ്ചൈസ്. എൻഫ്രാഞ്ചൈസ് കറക്റ്റല്ല, എസ് ആണ് വരേണ്ടത് സിക്ക് പകരം. ദെൻ ഇംപെച്യുവസ്, ഇംപെച്യുവസ് കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റാണ്. ഒബീഡിയൻറ്റ്, ഒബീഡിയൻറ്റ് കറക്റ്റാണോ? ഒബീഡിയൻറ്റ് DIANT ആണ്. ഓക്കെ, ഇ അല്ല ഐ ആണ്. ഓക്കെ, എക്സോട്ടിക്, എക്സോട്ടിൻ്റെ സ്പെല്ലിംഗ് എന്നാ? EXOTIC എന്നാണ് എക്സോട്ടിക്കിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് സ്പോട്ട് ദി എറർ ആണ്. എന്താണ് സ്പോട്ട് ദി എറർ? അതായത് ഒരു സെൻറ്റൻസ് എന്നുണ്ടാവും, ആ സെൻറ്റൻസിൽ എറർ ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുക. ഓക്കെ, the child along with his parents were waiting for the program to begin. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതിലായിരിക്കും മിസ്റ്റേക്ക് വന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആദ്യത്തെ ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, എ വെയർ വെയിറ്റിംഗ് ഫോർ ദി. ഓക്കെ, നമുക്കറിയാം സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, അതായത് കോൺകോർഡ് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. along with, together with, besides, accompanied by, ഈ വേർഡ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ആദ്യം വന്ന സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ആദ്യം വന്ന സബ്ജക്റ്റ് ഏതാണോ അത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. ആദ്യം വന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബും പ്ലൂറൽ ആയിരിക്കണം. ഈ ഒരു ക്വസ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദ ചൈൽഡ് അലോങ് വിത്ത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ആ വേർഡ് എന്ന് പറയുന്നത് അലോങ് വിത്ത് ആണ്. ഓക്കെ, അപ്പോൾ അലോങ് വിത്ത് എന്ന് പറയുന്ന വേർഡിന് മുന്നേ വന്നിരിക്കുന്നത് സബ്ജക്റ്റ്, അതായത് ദ ചൈൽഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. ഇവിടെ വെയർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് പ്ലൂറൽ ആണ്, വെയർ അല്ല, വാസ് ആണ് വരേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മൾ അലോങ് വിത്ത്, അക്കമ്പനീഡ് ബൈ, ടുഗദർ വിത്ത്, ദെൻ ബിസൈഡ്സ് എന്നീ വേർഡ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം വന്ന സബ്ജക്റ്റ് ഏത് ഫോമിലാണോ, അതായത് സിംഗുലറിലാണോ പ്ലൂറലിലാണോ എന്ന് നോക്കിയിട്ട്, സിംഗുലറിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. ഇനി ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബും പ്ലൂറൽ ആയിരിക്കണം. സോ ഇവിടെ ദ ചൈൽഡ് അലോങ് വിത്ത് ഹിസ് പേരൻസ് വാസ് വെയിറ്റിംഗ് ഫോർ ദി പ്രോഗ്രാം ടു ബിഗിൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇവിടെയാണ് എറർ വന്നിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. She asked me where had I gone for lunch with my fiance. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും വേർബ് ഒരു സബ്ജക്റ്റിനെ വേണം ഫോളോ ചെയ്യാൻ. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാണ് വന്നേക്കണേ, വേർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നേക്കണേ. അങ്ങനെയല്ല വരേണ്ടത്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം വേർബ് വരാൻ. ഓക്കെ, ഐ കഴിഞ്ഞിട്ട് വേണം ഹാഡ് വരാൻ. സോ ഇവിടെ മിസ്റ്റേക്ക് വന്നേക്കണേ ഓപ്ഷൻ ഡി ആണ്, വെയർ ഹാഡ് ഐ. ഓക്കെ, അപ്പോൾ അത് ടിക്ക് ചെയ്യുക. ഇനി ക്ലോസ് ടെസ്റ്റ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ പാസേജിൽ കുറച്ച് ബ്ലാങ്ക്സ് ഉണ്ടാവും, വേർഡ്സിൻ്റെ ഇടയ്ക്ക് ബ്ലാങ്ക്സ് ഉണ്ടാവും. ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യുക. ഓരോ ബ്ലാങ്കിനും 4 ഓപ്ഷൻസ് വെച്ച് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ആസ് ഹി സ്റ്റാർട്ടഡ് ഹിസ് സ്പീച്ച് Arun was aware that people were listening to him quite dash. Okay, as he started his speech, അവൻ്റെ സ്പീച്ച് തുടങ്ങിയപ്പോൾ അരുൺ വാസ് അവേ ദാറ്റ് പീപ്പിൾ വെയർ ലിസ്ണിംഗ് ടു ഹിം. പീപ്പിൾ അവനെയാണ് ശ്രദ്ധിക്കുന്നത്. ക്വൈറ്റ് എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? ആ എങ്ങനെ എന്നുള്ള വാക്കാണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യണേ. ഇൻറ്റൻറ്റ്ലി, സ്മൂത്ത്ലി, ഈവൻലി, ക്ലിയർലി. ഓക്കെ, എന്തായാലും ബിയും സിയും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് തന്നെ ക്ലിയർലിയും ഇൻറ്റൻറ്റ്ലി ആയിരിക്കും. ഇൻറ്റൻറ്റ്ലി എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നല്ല ശ്രദ്ധയോടെ എന്നാണ്. ഓക്കെ, ക്ലിയർലി എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ പാസേജ് അവൻ വായിക്കുന്ന ആ സ്പീച്ച് എന്താണോ അത് ക്ലിയറായി എന്നായിരിക്കും ഉദ്ദേശിക്കണേ. സോ ഓപ്ഷൻ എ ഇൻറ്റൻറ്റ്ലി ആണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. തിങ്സ് സീംഡ് ടു ബി ഗോയിങ് ക്വൈറ്റ് വെൽ. ഓക്കെ, അവിടെ ബ്ലാങ്ക് ഒന്നുമില്ല.
dash halfway through the talk, he saw his friend. Okay. Dash halfway through the talk, he saw his friend. ഇവിടെ നമ്മൾ ഓപ്ഷൻ 2 നോക്കുക. ഓപ്ഷൻസ് വെയർ എവർ, വെൻ എവർ, മോർ ഓവർ, ഹൗ എവർ. ഓക്കെ, നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹൗ എവർ ഹാഫ് വേ ത്രൂ ദി ടോക്ക്. ഓക്കെ, അവർ പോണ വഴിക്ക് കുറേ സംസാരിച്ചതിന് ലാസ്റ്റ് പറയുന്ന കാര്യമാണ് അവിടെ വന്നേക്കണേ. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡി ആണ്, ഓപ്ഷൻ ഡി, ഹൗ എവർ. ഓക്കെ, അനിൽ ലുക്ക് ഡാഷ് ഹിസ് പാൽ കിഷോർ. അനിൽ ലുക്ക്, നമ്മൾ ഒരു സാധനത്തെ നേരെ നോക്കുമ്പോൾ നമ്മൾ ലുക്ക് അറ്റ് എന്നേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നേക്കണ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ തന്നെയാണ്, അറ്റ്, ലുക്ക് അറ്റ്. ഓക്കെ, ഒരു സാധനത്തെ നമ്മൾ നേരെ നോക്കുവാണ്, അപ്പോൾ നമ്മൾ ലുക്ക് അറ്റ് എന്നേ പറയുകയുള്ളൂ. ഓക്കെ, അനിൽ ലുക്ക് അറ്റ് ഹിസ് പാൽ കിഷോർ, roll his eyes and whisper in his ear. Arun dash understood that Anil, who had been upset ever since his promotion, was now dash disturbance intentionally. Okay, Arun dash understood that Anil. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇമ്മീഡിയറ്റ്ലി, അതായത് വിത്തൗട്ട് എനി ഡിലേ എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ്ലിൻ്റെ അർത്ഥം. കീൻലി, സൂക്ഷ്മമായി. അർജൻറ്റ്ലി, വേഗതയോടെ. ക്ലവർലി, ബുദ്ധിപരമായി. ഓക്കെ, Anil understood that Arun dash understood that Anil. Arun immediately understood that. Okay, Arun immediately എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. Arun immediately understood that Anil, who had been upset ever since his promotion, was now dash disturbance intentionally. Okay, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്രിയേറ്റഡ്, ക്രിയേറ്റ്, ക്രിയേറ്റ്സ്, ക്രിയേറ്റിംഗ്. ഓക്കെ, നമുക്കറിയാം വാസ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബ് വരുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ, അപ്പോൾ വാസ് പ്ലസ് V1 പ്ലസ് ING ആണ് അല്ലേ, വാസ് പ്ലസ് V1 പ്ലസ് ING. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ING വന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ക്രിയേറ്റിംഗ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി നമുക്ക് ആ സെൻറ്റൻസ് ഫില്ല് ചെയ്തൊന്ന് വായിക്കാം. ആസ് ഹി സ്റ്റാർട്ടഡ് ഹിസ് സ്പീച്ച്, അരുൺ വാസ് അവേ ദാറ്റ് പീപ്പിൾ വെയർ ലിസ്ണിംഗ് ടു ഹിം ക്വൈറ്റ് ഇൻറ്റൻറ്റ്ലി. തിങ്സ് സീം ടു ബി ഗോയിങ് ക്വൈറ്റ് വെൽ. However, halfway through the talk, he saw his friend Anil look at his pal Kishore, roll his eyes and whisper in his ear. Arun immediately understood that Anil, who had been upset ever since his promotion, was now creating disturbance intentionally. Okay, അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ഫില്ല് ചെയ്യേണ്ട വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് SSCയുടെ ഡിഫറെൻറ്റ് എക്സാംസിന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.